16 പേരിൽ നിന്ന് തുടങ്ങിയ യാത്ര 13 തുടങ്ങുകയാണ്. അമേരിക്ക എന്ന സ്വപ്നം കാണുന്നത് വെനിസ്വലക്കാർ മാത്രമല്ല. അങ്ങ് കിഴക്ക് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും വരെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. ട്രംപ് അധികാരത്തിൽ കയറിയതിനു ശേഷം അമേരിക്കയിലെത്തിയ പലരെയും പിടിച്ച് ജയിലിലിടുകയും അവരുടെ നാട്ടിലേക്ക് അയക്കാറുമുണ്ട്. ഇന്നത്തെ എന്റെ യാത്ര ട്രംപ് പുറത്താക്കിയ വെനിസ്വലക്കാരോടൊപ്പമാണ്. ഇനിയുള്ള യാത്രയിൽ 13 പേരാണുള്ളത്. 3 പേര് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. Gracias, bro. Nos vemos. സമയം വെളുപ്പാങ്കാലത്ത് 5:30 മണിയായി. രാവിലെ പുള്ളി എന്നെ വീട്ടിൽ നിന്ന് എണീപ്പിച്ചു. ഞാൻ അവിടെയാണ് കിടന്നത്. ലാസ്റ്റ് ഞാൻ ഈ തണുപ്പത്ത് ഇനി ഇവിടെ കിടക്കണം. കാരണം ഇവർ പനാമ സിറ്റിയിലോട്ട് പോവാണ് കേട്ടോ. വെളുപ്പാങ്കാലത്ത് ബോട്ടിൽ ഒരു യാത്ര ചെയ്ത് പോവാണ്. അഡിയോസ് അഡിയോസ്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബോട്ട് അപകടം, ഇവരുടെ ബോട്ടാണ് കേട്ടോ അപകടത്തിൽ പെട്ടത്. ഈ കാണുന്ന ബോട്ടിലാണ് ഞാൻ പോകാൻ വേണ്ടിയിരുന്നത്. 16 പേരിൽ 13 പേര് രക്ഷപ്പെട്ടു, 3 പേര് മരിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ ഇവരുടെ കൂടെ പോകേണ്ടതായിരുന്നു. ബോട്ട് അപകടം കാരണം പിന്നെ ലാസ്റ്റ് പോകാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഇതിന് പകരമായിട്ട് ഈ ബോട്ടല്ല, നമ്മുടെ ബോട്ട് ഓൾറെഡി മുങ്ങിപ്പോയി. ഇനി പുതിയ ബോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. പുതിയ ബോട്ട് ഇപ്പം വരും. എന്നിട്ട് 13 പേരും ഞാനും കൂടി യാത്ര ചെയ്യും. ഈ മരിച്ച ആളുകളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഡ്രസ്സും ഇതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അവരുടെ ഇന്നലെ വെള്ളത്തിലൊക്കെ മുങ്ങിയ ഡ്രസ്സൊക്കെ ഉണക്കായിട്ടൊക്കെയാണ് എല്ലാ ആൾക്കാരും ഇവിടെ. ഈ കാണുന്നത് ഇവിടെ ഉള്ള ഒരു ഹോസ്റ്റലാണ് കേട്ടോ. ഇങ്ങനെ ഐലൻഡിലൊക്കെ എത്തിപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള കിടക്കാടമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് പുള്ളിക്കാരൻ്റെ സ്ഥലമാണ് കേട്ടോ. കൊറിഡോർ ബിയൻവനീത, ഇതാണ് ഇവരുടെ ഹോസ്റ്റൽ. ഇവിടെ എല്ലാം റൂമുകളൊക്കെയാണ് കേട്ടോ. എത്രയെന്തോ റേറ്റൊക്കെ വരുന്നത്. പുള്ളിക്കാരൻ്റെ ഫാമിലിയുടെ എന്തോ ഇതൊക്കെയാണ് കേട്ടോ. കുറേ അദ്ദേഹത്തിൻ്റെ കുറേ ചിത്രങ്ങൾ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വൈഫാണെന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ, നല്ലൊരു അടിപൊളി സ്ഥലം. ഇവർക്ക് മിക്ക ആളുകൾക്കും സ്വന്തമായിട്ട് ജട്ടികളുണ്ട് അവരുടെ ബോട്ടുകൾ എടുക്കാനായിട്ട്. സമയം രാവിലെ 6-6:15. സൂര്യൻ എണീറ്റിട്ടുണ്ട്. Buenos días. Hoy migo mismo emigrando. ഇന്നങ്ങനെ ഞാൻ എമിഗ്രൻസിൻ്റെ കൂടെ ഞാൻ പോവുകയാണ്. അതാണ് പറഞ്ഞത്. അഡിയോസ്. പുള്ളിയാണ് കേട്ടോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ പുള്ളിക്കാരൻ്റെ അല്ല സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. പുള്ളിക്കാരൻ എല്ലാ ദിവസവും ബോട്ടിൽ ഒരു ജേണി ഉണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ തിരിച്ചു വരും. ഇവിടെ കണ്ടില്ലേ നമ്മുടെ ഒരു ബ്രോ. മിസ്മോ ഇന്ത്യ, മിസ്മോ ഹിന്ദു, ബ്രാഹ്മണനെ പോലെ കേട്ടോ. തു വെനിസ്വല? മുച്ചോ ബിയൻ. ഇവരൊക്കെയാണ് കേട്ടോ നമ്മളെ കൂടെ പോകുന്ന ആൾക്കാർ. Yo soy pecador. En TikTok tengo video tiburón. ഇന്ന് ചിലപ്പോൾ ഞാൻ ബോട്ട് യാത്രയിൽ ഇന്നും ചിലപ്പോൾ മുങ്ങാം. ഇതൊക്കെയാണ് ലൈഫ്. ബട്ട് ഞാൻ ആ റിസ്ക് എടുക്കുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ അതുകൊണ്ട് എൻ്റെ പാസ്പോർട്ടും എൻ്റെ കുറച്ച് ഡോക്യുമെൻ്റൊക്കെ പൊതിയാൻ വേണ്ടി പ്ലാസ്റ്റിക്കൊക്കെ തപ്പി കൂട്ടുവാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഫുള്ള് ഇതിലൊക്കെ എടുത്ത് ബാറ്ററി സംഭവങ്ങളൊക്കെ ഇടുവാണ് കേട്ടോ. കാരണം നനഞ്ഞ് എൻ്റെ സാധനങ്ങൾ പോയാൽ അത് വാങ്ങാനുള്ള പൈസയൊന്നുമില്ല. അപ്പോൾ തൽക്കാലം അത്യാവശ്യ കാര്യങ്ങൾ ഈ പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ഒരു ബാഗിലാക്കി വെക്കുക. അപ്പോൾ അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാന്. ഇവിടെ ഡിയോഡ്രൻറ്റ് ആളുകൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഡിയോഡ്രൻറ്റ് പതിവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോണ്ടിനെൻ്റ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഞാൻ ഡിയോഡ്രൻറ്റ് എപ്പോഴും ഉപയോഗിക്കും കേട്ടോ. യാത്രയിൽ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. കാരണം ചിലപ്പോൾ നമ്മളൊന്നും കുളിച്ചാൽ തന്നെ ചിലപ്പോൾ സ്മെല്ലായിരിക്കും. ഞാൻ സ്മെല്ലെന്നല്ല പറഞ്ഞത് എന്നെ, ബട്ട് എന്നിരുന്നാലും മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഡിയോഡ്രൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പതിവായിട്ട് യാത്രയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇനി അതിൻ്റെ ഞാൻ പാക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവര് വേറെ പണിയില്ലേ ഈ പ്രാന്തെടുത്ത് ഇങ്ങനെ പോകുന്നത് എന്തിനാണ്. ഞാൻ പൂർണ്ണ വിശ്വാസമുണ്ട് കേട്ടോ. എന്തും സംഭവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിലൊക്കെ പൊതിയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒന്നും എനിക്ക് സംഭവിക്കില്ല, രക്ഷപ്പെടുമെന്ന് പുതിയ നല്ലതുപോലെ യാത്ര ചെയ്ത് അവിടെ എത്തുമെന്നുള്ള എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് ഞാനിങ്ങനെ ആത്മവിശ്വാസത്തോടെ പോകുന്നത്. ഈ കാണുന്നതൊക്കെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ നനഞ്ഞുപോയ പുസ്തകങ്ങളൊക്കെയാണ് കേട്ടോ. ആരുടെയോ ബുക്സ്, എനിക്കൊന്ന് ബൈബിളാണ് ഈ കാണുന്നത്. നമ്മുടെ ID കാർഡ്, നനഞ്ഞ ID കാർഡ്. ആ കാണുന്ന ബോട്ട് രാവിലെ ടൂറിസ്റ്റുകൾ എന്തോ കൊണ്ടുപോകുന്ന ബോട്ടാണ് കേട്ടോ. ¿Y de cuántos son esos?
de 40. നമ്മളിവിടെ ഇരിക്കുവാണ്. കുറച്ച് കഴിയുമ്പോൾ ബോട്ട് വരും. ഇവിടെ എല്ലാവരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുവാണ്. ലൈഫ് ജാക്കറ്റ്, എൻ്റെ അടുത്ത് ലൈഫ് ജാക്കറ്റ് ഇല്ല, ഇവരുടെ അടുത്ത് എല്ലായിടത്തും ലൈഫ് ജാക്കറ്റ് ഉണ്ട് കേട്ടോ. ആ കാണുന്നത് നമ്മുടെ കൊളംബിയയിലോട്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ. അത് വേറെ വലിയ കാർഗോ പോലത്തുള്ള ബോട്ടാണ്. ഈ കുട്ടിയൊക്കെ ഇന്നലെ വെള്ളത്തിൽ വീണതാണ് കേട്ടോ. എങ്ങനെ രക്ഷപ്പെട്ടതാ. ഇവിടെ ഫോണെല്ലാം ഇവര് കെട്ടിമൂട് നോക്കിക്കേ. വെള്ളത്തിൽ ഇനിയും മുങ്ങുമെന്നുള്ള പേടിയാണ് കേട്ടോ എല്ലാവർക്കും. ഞാനിവിടെ ഓൾറെഡി എൻ്റെ പേഴ്സ് ഇതൊക്കെ തന്നെ വെള്ളത്തിലാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് കേട്ടോ വെച്ചത്. എല്ലാവരും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പ്രോബ്ലമോ ഇത് വെള്ളത്തിൽ മുങ്ങി പോവാൻ കേട്ടോ. പുള്ളിയാണ് എനിക്ക് തന്നെ. ഗ്രാസിയാസ്. ഇത് കണ്ടിട്ട് വെള്ളത്തിൽ മുങ്ങുന്നാണ് കേട്ടോ തോന്നുന്നത്. ഞാനൊന്നല്ല 2 ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. കാരണം ഈ ലൈഫ് ജാക്കറ്റ് എല്ലാം അഴുക്ക ജാക്കറ്റ്. ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നാണ്. അമിഗോ ഇവരെല്ലാവരും ഇവിടുന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും റെഡിയായി ബോട്ട് സ്റ്റേഷനിൽ വന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഡോണറ്റ്. ഞാൻ ഇവർക്കൂടെ വാങ്ങിച്ചു കൊടുത്തു ഡോണത്തൊക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ചതാണ് കേട്ടോ. ഇവിടെ നോക്കി എന്ത് ക്യൂട്ടായിട്ടുള്ള കുട്ടി. ആ ചേച്ചി പ്രഗ്നന്റ് ആണ് കേട്ടോ. ഇവരൊക്കെയാണ് ഇങ്ങനെ ബോട്ടിൽ കയറി പോകുന്നത്. എന്ത് റിസ്ക് നോക്കിക്കേ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫുഡ്. 1-ന് 50 രൂപയാണ്. ഈ കാണുന്നതിൻ്റെ അകത്ത് ചീസ് എന്തോ വെച്ചിട്ടുള്ള. അവിടെ ആളുകൾ ലോട്ടറി എടുക്കുവാണ് കേട്ടോ. ലോട്ടറി ഉണ്ടല്ലേ, തിരഞ്ഞെടുക്കുവാണ് കേട്ടോ. ഇഷ്ട നമ്പർ ഏതാണെന്നെല്ലാം നോക്കി. കുറേ നേരമായിട്ടും ബോട്ട് വന്നില്ല കേട്ടോ. ബോട്ടിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുവാണ്. എല്ലാവരും വെയിറ്റ് ചെയ്ത് കിടക്കുവാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു. Gracias, amigo. പുള്ളിക്കാരൻ നമ്മുടെ ഫോട്ടോയൊക്കെ എടുക്കുന്നു. എല്ലാവരും നമ്മൾ നോക്കുവാണ് കേട്ടോ. നമ്മൾ പോകുന്ന കാണുന്ന നമ്മളെല്ലാരും അങ്ങനെ യാത്ര തുടങ്ങി. എല്ലാരും കുറെ പേരുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് വെനിസിലക്കാരാണ്. നമ്മുടെ പട്ടാളത്തിന്റെ ബോട്ട് പോവാണ് കേട്ടോ. അവിടുത്തെ പട്ടാളത്തിന്റെ ബോട്ടാണ്. പട്ടാളമല്ല, ഇവിടെ പോലീസാണ്. ഈ രാജ്യത്ത് പോലീസേ ഉള്ളൂ. എൻ്റെ 2 ദിവസത്തെ വില്ലേജിൽ നിന്ന് ഞാൻ ഇവിടെ പറയുകയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സ്ഥലം ഈ അറ്റ്ലാന്റിക് ഓഷനിലെ. ഞാൻ ഇനിയും ഇവിടെ വരും. ഈ കാണുന്നതൊക്കെ ചിലപ്പോൾ പനാമക്കാരായിരിക്കും, ചിലപ്പോൾ പുറത്തുനിന്നുള്ള ആളായിരിക്കും കേട്ടോ. അവർക്ക് യോട്ടുകളും കൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ചിലപ്പോൾ ഇവർ ഓരോ വെബ്സൈറ്റുകൾ രജിസ്റ്റർ ചെയ്തിട്ട് ടൂറിസ്റ്റുകളെ കൊണ്ട് കറക്കും. അല്ലെങ്കിൽ അവരിവിടെ സ്വന്തമായിട്ട് കറങ്ങാനൊക്കെ വേണ്ടി വന്ന ആൾക്കാരാണ് കേട്ടോ. പോലീസിൻ്റെ സ്ഥലത്തോട്ടാണല്ലോ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മളിവിടെ പോലീസുകാരുടെ ഓഫീസിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരുടെ ബേസിലോട്ട്. എന്തിനാണെന്ന് അറിയില്ല. മറ്റുള്ള ആൾക്കാരെ ബോട്ടിൽ കയറ്റി വിട്ടു. നമ്മളെ കുറച്ച് നേരം മാത്രം മാറ്റി നിർത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇവരുടെ കൂടെ ഞാനും തിരിച്ച് ബോട്ടിലോട്ട് വന്നു. നമ്മളൊരു 4-5 മണിക്കൂർ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. ഇവരുടെ കുറച്ച് ആളുകൾക്ക് ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളെ അടുത്ത് ഒരു സ്ഥലത്തും വിടൂല. നമ്മളെവിടെ ഒരു അറസ്റ്റ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം ഇൻട്രോഗേഷൻ ഉണ്ട്. ഇൻട്രോഗേഷനൊക്കെ കഴിഞ്ഞിട്ടേ വിടുള്ളൂ. കാരണം 3 പേര് മരണപ്പെട്ടില്ലേ. അബദ്ധം പറ്റി കേട്ടോ. ഞാൻ രാവിലെ ഒരു ബോട്ടുണ്ടായിരുന്നു. അത് വേറൊരു ദൂരമുള്ള ഒരു ഐലൻഡിൽ പോയായിരുന്നു. അതിൽ കയറി അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇവിടെ നമ്മുടെ വെനിസിലക്കാരന്മാരെല്ലാം നമ്മുടെ പനാമ കുട്ടികളോടെ ഫുട്ബോൾ കളിക്കുകയാണ് കേട്ടോ. വെനിസിലയും പനാമയും തമ്മിലുള്ള മാച്ചാണ്. ഇനി നാളെയല്ലേ പോകാൻ പറ്റുള്ളൂ.
Una hermana mía me lo un tipo de hace así, mano, y Y ahí no van a llegar a preguntar quién fue el primero que agarra y el que estaba. ഇവിടെ എന്തൊക്കെ നാട്ടുവർത്താനങ്ങൾ പറയുന്നു. ഇവിടെ നമ്മുടെ കൊച്ചിരുന്ന് കളിക്കുന്നു. നമ്മൾ തിരിച്ച് ഇന്നലെയൊക്കെ നിന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് അവിടെ കൊണ്ടാക്കി. ഇവിടെ കണ്ടില്ലേ, ഇവര് ബോട്ടിൽ നിന്ന് വേറെ ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുവരുന്നതാണ് മെയിൻ ലാൻഡിൽ നിന്ന്. ഹോസ്റ്റലുകാർ അവർ ഇതിൽ നിന്ന് അപ്പാർട്ട്മെന്റുകാരൊക്കെ ഇതിൽ നിന്ന് എടുക്കും കേട്ടോ, ദ്വീപിൽ കാരണം വെള്ളമില്ലല്ലോ. ഓൾമോസ്റ്റ് ഇവരുടെ കമ്മ്യൂണിറ്റി ആയിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും ഇവിടെ വോളിബോൾ കളിക്കുകയാണ്. നമ്മളിനി ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല വിശപ്പ്, ഒന്നും കഴിച്ചില്ല. അവിടെ ഫുഡ് ഉണ്ടാക്കണേ ഉള്ളൂ കേട്ടോ റെസ്റ്റോറൻറ്റിൽ. നമ്മുടെ ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട്. Hey, comía entejita, arroz chino y pollis. Wow. ഇവിടെ ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രവേശിച്ചോ? ഇനി വിഷം തോന്നാണെന്ന് അറിഞ്ഞൂടാ. നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു ചിക്കൻ പീസും കുറച്ച് സലാഡും ചോറും കുറച്ച് പയറും. നമ്മുടെ പുള്ളിക്കാരി മുന്നിലിരിക്കുന്ന ആളും 8 മാസം വയറ്റിൽ കുട്ടിയുണ്ട് കേട്ടോ. 8 മാസമായി. പ്രോബ്ലം ഡൊമിനോസ്. ഇവിടെ ഇവര് ഡൊമിനോസ് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇവര് ഫുൾ സമയം കഞ്ചാവ് അടിക്കലാണ് കേട്ടോ പരിപാടി. പിന്നെ പുകവലി, കഞ്ചാവ്. Let's go, vamos. പലർക്കും പല സ്റ്റോറികളാണ്. ഒരു ചേച്ചി ഗർഭിണി, ഒരു മക്കളായിട്ട് വന്നവര്, പിന്നെ കുറെ പയ്യന്മാര്. നല്ല നല്ല കമ്പനിയാണ് കേട്ടോ എല്ലാം എന്റെ അടുത്ത്. ഇവനെ നീഗ്രോ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. No, he's Hermosa. Hermosa. Beautiful. ഞാൻ വൈകിട്ട് ഇവിടെ വന്നപ്പോ എന്തോ പരിപാടി നടക്കുവാണല്ലോ. ഇവിടെ കുറെ പേര് ഇവരുടെ ലോക്കൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ഇവരുടെ കുണ ട്രൈബിന്റെ ലോക്കൽ ഡ്രസ്സൊക്കെ ഇട്ട് എന്തോ പരിപാടിയാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ കുണയുടെ ഡ്രസ്സ്. യുണ ട്രൈബിന്റെ, കുണ ട്രൈബാണ് കേട്ടോ. യുണയാല എന്ന് പറയുന്ന ഇവരുടെ പ്രൊവിൻസിന്റെ. കൊച്ചുകുട്ടികളായിരുന്നു കേട്ടോ ഇത്രയും നേരം അഭിനയിച്ചത്. എന്തൊക്കെയോ കാണിച്ചു. ഇവിടെ തന്നെ കുറച്ചും കൂടെ വലിയ ഇവരുടെയൊക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഈ നാട് മുഴുവൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തിന്റെ പ്രോഗ്രാമാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ നോക്കി തലകുത്തിയൊക്കെ മറിയുന്നത്. പിന്നെ അടുത്ത ഇവരുടെ എന്തോ എനിക്ക് തോന്നുന്നു നാടകം എന്തോണോ കേട്ടോ. ഇമാരെ എടുത്ത് എറിയും നോക്കിക്കേ. ഇമാരെ അഭിനയിച്ച ശത്രുത തീർക്കാണ് കേട്ടോ ഫ്രണ്ട്സിന്റെ അടുത്തിട്ട്.
റവല്യൂഷൻ ആളുകൾ വന്നിട്ട് കീഴടക്കുന്നതാണ് കേട്ടോ. അതായത് ഇവരുടെ സ്ത്രീകളെല്ലാം പിടിച്ചോണ്ട് പോയപ്പോൾ ഇവരുടെ റവല്യൂഷന്റെ ചുമന്നിട്ട് ഇവരുടെ ഗുണ ട്രൈബിന്റെ ആളുകൾ വന്നിട്ട് രക്ഷിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവര്. അങ്ങനെ നാടകം ഇവിടെ അവസാനിച്ചു എന്നാണ് തോന്നുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇനി സ്റ്റോറി മനസ്സിലായി ചെറുതായിട്ട്. അവസാനം അവരുടെ നാടകം കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇനി ഈ പിള്ളേരുടെ ആ നാടകത്തിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ തലയിൽ ഇതൊക്കെ വെച്ചിട്ടുള്ള ഇവരുടെ. കഴിഞ്ഞ ദിവസം അവരെല്ലാവരും അവിടെ എ സി റൂമിൽ കിടന്നു. ഞാനിവിടെ ഹാമോക്കിൽ സുഖമായിട്ട് കിടന്നു. അയ്യോ, രാവിലെ എണീറ്റ് നല്ല ഉറക്കം വരുന്നു.